ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ദ വീഡിയോ. അപ്പോൾ ഈ ഒരു ബിഗ് ബില്യൺ ഡേയ്സും നമ്മുടെ ആമസോണിന്റെ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലൊക്കെ വരെയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് 35,000 രൂപയിൽ താഴെ വാങ്ങാവുന്ന 5 ബെസ്റ്റ് സ്മാർട്ട് ഫോൺസ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. പിന്നെ നിങ്ങൾ 50,000 റുപ്പീസിനും 20,000 റുപ്പീസിനും 25,000 30,000 ഈ ബഡ്ജറ്റ് റേഞ്ചിലൊക്കെ നോക്കുകയാണെങ്കിൽ ഇതിന്റെ എല്ലാത്തിന്റെ വീഡിയോ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്, കയറി കണ്ടുപോകുക. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുപോലത്തെ ടെക് വീഡിയോസിനായിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. പിന്നെ വീഡിയോ ഒന്ന് ലൈക്കും കൂടെ അടിച്ചിട്ടേക്കുക. അപ്പോൾ സമയങ്ങളെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകും. അപ്പോൾ ഈ ഒരു സമയത്ത് വാങ്ങാവുന്ന ഒരു ബെസ്റ്റ് സാംസങ്ങിന്റെ സ്മാർട്ട് ഫോൺ നോക്കുകയാണെങ്കിൽ സാംസങ്ങിന്റെ ഗാലക്സി S23 FE നോക്കാവുന്നതാണ്. ഫാൻസ് എഡിഷൻ പ്രീമിയം ഫീലൊക്കെ തരുന്ന ഒരു സ്മാർട്ട് ഫോൺ ആണ്. നിങ്ങൾക്ക് സാംസങ്ങിന്റെ ഫോൺ തന്നെ വേണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ നോക്കാവുന്നതാണ്. 6.4 ഇഞ്ചസിന്റെ ഫുൾ HD പ്ലസ് ഡൈനാമിക് AMOLED ഡിസ്പ്ലേ ആണ്. 6.4 ഇഞ്ചസേ കിട്ടുന്നുള്ളൂ. ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രോസസർ എന്ന് പറയുന്നത് നമ്മുടെ എക്സിനോസിന്റെ 2200 എന്ന് പറയുന്ന പ്രോസസറാണ്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പ്രോസസറാണ്. പിന്നെ ഹെവി ഗെയിമിങ്ങിനൊന്നും പറ്റില്ല. അപ്പോൾ ഹെവി ഗെയിമിങ്ങിനൊക്കെ നോക്കുകയാണെങ്കിൽ ഇനി നമ്മൾ പറയാൻ പോകുന്ന സ്മാർട്ട് ഫോൺസ് എല്ലാം കിടിലം പെർഫോമൻസ് ഒക്കെ വെച്ച് വരുന്ന സ്മാർട്ട് ഫോൺസ് ഈ ഒരു ലിസ്റ്റിലുണ്ട്. അപ്പോൾ വീഡിയോ മൊത്തം കാണുക. 50 മെഗാ പിക്സലിന്റെ ക്യാമറയാണ് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് 8K 24 FPS ഷൂട്ട് ചെയ്യാൻ പറ്റും. ഒരു നല്ല ക്യാമറ സ്മാർട്ട് ഫോൺസ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതലും സാംസങ്ങിന്റെ സ്മാർട്ട് ഫോൺസ് ആണ് പറയുന്നത്. അത്യാവശ്യം ഒരു കിടിലം ക്യാമറ ക്വാളിറ്റി ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ പ്രൈസിംഗിലേക്ക് വരുമ്പോൾ 8+128GB ROM വരുന്നത് 32,558 റുപ്പീസ് ആണ്. ഈ ഒരു സ്മാർട്ട് ഫോൺ ജസ്റ്റ് എന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പം അത്യാവശ്യം നല്ല ക്യാമറ ക്വാളിറ്റിക്കൊക്കെ നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ നോക്കാം. പിന്നെ നിങ്ങൾക്ക് സാംസങ്ങിന്റെ ഫോൺ തന്നെ വേണമെന്നുണ്ടെങ്കിലും ഈ ഒരു സ്മാർട്ട് ഫോൺ നോക്കാവുന്നതാണ്. അപ്പം നമ്മുടെ ലിസ്റ്റിലെ 5ാമത്തെ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് ഷൗമിയുടേതാണ്. ഷൗമി 14CV ഇറങ്ങിയിട്ട് കുറച്ച് കാലമായതേ ഉള്ളൂ. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം ഒരു കിടിലൻ ക്യാമറ ക്വാളിറ്റിയും ഒരു നല്ല പെർഫോമൻസും ഒക്കെ വെച്ച് വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. പിന്നെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഐഫോണിൻ്റെ ഡൈനാമിക് ഐലൻഡ് ഒക്കെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. ഡൈനാമിക് ഐലൻഡ് ഒന്നും അല്ല, മറ്റേ ക്യാമറ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഡൈനാമിക് ഐലൻഡ് ഒന്നും അല്ല. പക്ഷെ കണ്ടു കഴിഞ്ഞാൽ ഡൈനാമിക് ഐലൻഡ് പോലെയൊക്കെ ഇരിക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിന്റെ സ്പെസിഫിക്കേഷൻസിലേക്ക് പോകാം. ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.55 ഇഞ്ചസിന്റെ 1.5K AMOLED ഫ്ലോട്ടിംഗ് ക്വാഡ് കർവ് ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 ഹെർട്സിന്റെ അഡാപ്റ്റീവ് റിഫ്രഷ് റേറ്റ് ആണ്. അതായത് ഇങ്ങനെ അത്യാവശ്യം അനുസരിച്ച് റിഫ്രഷ് റേറ്റ് മാറിക്കൊണ്ടിരിക്കും. പിന്നെ 3000 ഹെർട്സിന്റെ പീക്ക് ബ്രൈറ്റ്നസ് ആണ് വരുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രോസസർ എന്ന് പറയുന്നത് നമ്മുടെ സ്നാപ്ഡ്രാഗന്റെ 8S Gen 3 ആണ്. സോ അത്യാവശ്യം ഒരു കിടിലം പെർഫോമൻസ് ഒക്കെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ 50 മെഗാ പിക്സലിന്റെ തന്നെ വേറൊരു ക്യാമറയും 12 മെഗാ പിക്സലിന്റെ വേറൊരു ക്യാമറയാണ് വരുന്നത്. സെൽഫി ക്യാമറയിലേക്ക് വരുമ്പോൾ ഇവിടെ ഡ്യുവൽ ക്യാമറാസ് ആണ് വരുന്നത്. 32 മെഗാ പിക്സലിന്റെ 2 ക്യാമറയാണ്. കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഡൈനാമിക് ഐലൻഡ് പോലെ ഇരിക്കുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് 4K വീഡിയോസ് 30 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും, ഫ്രണ്ട് ക്യാമറയിൽ നിന്നും ബാക്ക് ക്യാമറയിൽ നിന്നും. സോ അത് കൊള്ളാം. അപ്പോൾ 4K അത്യാവശ്യം ഒരു കിടിലം വീഡിയോ ക്വാളിറ്റിയും ഈ സ്മാർട്ട് ഫോണിൽ കിട്ടും. 4700 mAh ബാറ്ററിയാണ് വരുന്നത്. 67 വാട്ട്സിന്റെ ചാർജിംഗ് ആണ്. ഔട്ട് ഓഫ് ദ ബോക്സ് Android 14 വരുന്നത്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ, സ്റ്റീരിയോ സ്പീക്കേഴ്സ് ബൈ നമ്മുടെ ഡോൾബി അറ്റ്മോസ്, UFS 4.0യും കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഈ സ്മാർട്ട് ഫോണിന്റെ സ്പെസിഫിക്കേഷൻസ്. ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ 8+128GB ROM വരുന്നത് 39,999 റുപ്പീസ് ആണ്. പക്ഷേ ഈ ഒരു BBD സെയിലും ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലിലും ഒക്കെ ഈ ഒരു സ്മാർട്ട് ഫോൺ 30,000 റുപ്പീസിന് താഴെ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നോക്കാവുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഉറപ്പായിട്ടും പരിഗണിക്കാവുന്ന ഒരു സ്മാർട്ട് ഫോണാണ് നമ്മുടെ ഒരു ഷവമിയുടെ 14CV. സിനിമാറ്റിക് വിഷൻ, അതാണ് CV. എന്തായാലും നമുക്ക് അടുത്ത സ്മാർട്ട് ഫോണിലേക്ക് പോകാം. നമ്മുടെ ലിസ്റ്റിലെ 4ാമത്തെ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് മോട്ടോയുടേതാണ്. മോട്ടോ H50 Pro. ഈ ഒരു സ്മാർട്ട് ഫോണിൽ അത്യാവശ്യം ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ പെർഫോമൻസ് ഒന്നും അല്ലെങ്കിലും കിടിലം പെർഫോമൻസ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിന്റെ സ്പെസിഫിക്കേഷൻസ് നോക്കാം. ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.7 ഇഞ്ചസിന്റെ 1.5K POLED കർവ്ഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. സോ കർവ്ഡ് ഡിസ്പ്ലേ ഇഷ്ടമുള്ളവരൊക്കെയാണ് നിങ്ങളെങ്കിൽ ഷവമി 14CVയോ ഈ ഒരു സ്മാർട്ട് ഫോണോ ഒക്കെ നോക്കാവുന്നതാണ്. 144 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ആണ്. 120 ഹെർട്സ് അല്ല, 144 ഹെർട്സ് ആണ്. 2000 ഹെർട്സിന്റെ പീക്ക് ബ്രൈറ്റ്നസ് ആണ് വരുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രോസസർ എന്ന് പറയുന്നത് നമ്മുടെ സ്നാപ്ഡ്രാഗന്റെ 7 Gen 3 ആണ്. സോ അത്യാവശ്യം ഒരു കിടിലം പെർഫോമൻസ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. പക്ഷേ ഫ്ലാഗ്ഷിപ്പ് ലെവൽ പെർഫോമൻസ് ഒന്നും അല്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു നോർമൽ പെർഫോമൻസ് ഈ ഒരു സ്മാർട്ട് ഫോൺ കിട്ടും. ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. 13 മെഗാ പിക്സൽ പ്ലസ് 10 മെഗാ പിക്സൽ എന്നുള്ള രീതിയിലാണ് ബാക്കി അറേഞ്ച്മെന്റ്സ്. 50 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറയാണ് വരുന്നത്. ഇവിടെയും നിങ്ങൾക്ക് 4K വീഡിയോസ് 30 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. സെൽഫി ക്യാമറയിൽ നിന്നും 4K വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റും. അതായത് 2 ക്യാമറയിൽ നിന്നും ഈ ഒരു സ്മാർട്ട് ഫോണിൽ 4K വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റും. സോ അതൊക്കെ കൊള്ളാം. അപ്പോൾ വ്ളോഗിങ്ങിനൊക്കെ വേണമെങ്കിൽ നോക്കാവുന്ന സ്മാർട്ട് ഫോണാണ്. 4500 mAh ബാറ്ററിയാണ് വരുന്നത്. 25 വാട്ട്സിന്റെ ചാർജിംഗ് ആണ്. 50 വാട്ട്സിന്റെ വയർലെസ് ചാർജിങ്ങും ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടുന്നുണ്ട്. ഔട്ട് ഓഫ് ദ ബോക്സ് Android 14 വരുന്നത്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ, IP68 കംപ്ലീറ്റ് പ്രൊട്ടക്ഷൻ. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ബൈ ഡോൾബി അറ്റ്മോസ്, UFS 2.2 ആണ് കിട്ടുന്നത്. അപ്പോൾ അത് വേണമെങ്കിൽ ഒരു കോൺസൈറ്റ് പറയാവുന്നതാണ്. ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ 12+256GB ROM വരുന്നത് 32,590 റുപ്പീസ് ആണ്. അപ്പോൾ ഈ ഒരു 35,000 റുപ്പീസ് ബഡ്ജറ്റ് റേഞ്ചിൽ ഉറപ്പായിട്ടും പരിഗണിക്കാവുന്ന ഒരു മോട്ടോയുടെ സ്മാർട്ട് ഫോണാണ് മോട്ടോ H50 Pro. നമ്മുടെ ലിസ്റ്റിലെ 3ാമത്തെ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് വിവോയുടേതാണ്. Vivo V40. ഒരു ബെസ്റ്റ് ക്യാമറ സ്മാർട്ട് ഫോണാണ്. നമ്മുടെ Vivo V30 ഒരു ക്യാമറ സ്മാർട്ട് ഫോൺ നോക്കുകയാണെങ്കിൽ പരിഗണിക്കാവുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു Vivo V40യുടെ സ്പെസിഫിക്കേഷൻസിലേക്ക് പോകാം. ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.78 ഇഞ്ചസിന്റെ 1.5K അൾട്രാ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ആണ്. 4500 നിറ്റ്സിന്റെ ലോക്കൽ പീക്ക് ബ്രൈറ്റ്നസ് ആണ് വരുന്നത്.
ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രോസസർ എന്ന് പറയുന്നത് നമ്മുടെ Qualcomm Snapdragon 7 Gen 3 ആണ്. സോ അത്യാവശ്യം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കിടിലൻ പെർഫോമൻസ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. 50 മെഗാ പിക്സലിന്റെ OIS സപ്പോർട്ടുള്ള മെയിൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. 50 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡും 50 മെഗാ പിക്സലിന്റെ തന്നെ സെൽഫി ക്യാമറയാണ് വരുന്നത്. യെസ്, ഈ ഒരു സ്മാർട്ട് ഫോണിലെ എല്ലാ ക്യാമറയും 50 മെഗാ പിക്സലിലാണ്. പിന്നെ 4K വീഡിയോസ് 30 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. സോ ഒരു ബെസ്റ്റ് വീഡിയോ ക്വാളിറ്റിയും ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. പിന്നെ 5500 mAh ബാറ്ററിയാണ് വരുന്നത്. 80 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിംഗ് ആണ്. ഔട്ട് ഓഫ് ദ ബോക്സ് Android 14 വരുന്നത്. ഇവിടെയും IP68 കംപ്ലീറ്റ് പ്രൊട്ടക്ഷൻ. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ, ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ്. ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ 8+128GB ROM വേരിയന്റ് 31,520 rupees. നമ്മുടെ ലിസ്റ്റിലെ രണ്ടാമത്തെ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് OnePlusൻ്റെതാണ്, OnePlus 12R. ഈ ഒരു സ്മാർട്ട് ഫോൺ കണ്ടാൽ തന്നെ മനസ്സിലാവും ഒരു കിടിലൻ ഡിസൈനിലൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഒരു നല്ല ഡിസൈൻ വൈസിലുള്ള സ്മാർട്ട് ഫോണൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു OnePlusൻ്റെ 12R നോക്കാവുന്നതാണ്. ഒരു ബെസ്റ്റ് ഓൾറൗണ്ടർ സ്മാർട്ട് ഫോൺ ആണ്. അത്യാവശ്യം ഒരു കിടിലൻ പെർഫോമൻസും നല്ലൊരു ക്യാമറ ക്വാളിറ്റിയും ഒക്കെ വെച്ച് വരുന്ന ഒരു സ്മാർട്ട് ഫോൺ. 6.78 ഇഞ്ചസിന്റെ 1.5K AMOLED കർവ്ഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. സോ കർവ്ഡ് ഡിസ്പ്ലേ ഇഷ്ടമുള്ളവർക്ക് നോക്കാവുന്ന ഒരു ചോയ്സ് ആണ്. പിന്നെ 120Hz റിഫ്രഷ് റേറ്റ് ആണ്. HDR10+ന്റെ സപ്പോർട്ട് ഉണ്ട്. ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രോസസർ എന്ന് പറയുന്നത് നമ്മുടെ Snapdragonന്റെ 8 Gen 2 ആണ്. സോ ഒരു കിടിലൻ പെർഫോമൻസും ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. പെർഫോമൻസിനൊക്കെ നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ പരിഗണിക്കാവുന്നതാണ്. 50 മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. OIS-ന്റെയും EIS-ന്റെയും സപ്പോർട്ട് ഉണ്ട്. സോണിയുടെ IMX890 എന്ന് പറയുന്ന സെൻസറാണ്. പിന്നെ 8 മെഗാ പിക്സലിന്റെ ഒരു അൾട്രാ വൈഡും 2 മെഗാ പിക്സലിന്റെ ഒരു മാക്രോയാണ് വരുന്നത്. 16 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറയാണ്. ഇവിടെ നിങ്ങൾക്ക് 4K 60 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. സോ ഒരു ബെസ്റ്റ് വീഡിയോ ക്വാളിറ്റി ഈ ഒരു സ്മാർട്ട് ഫോണിലും കിട്ടും. നേരത്തെ പറഞ്ഞ സ്മാർട്ട് ഫോൺസിലെല്ലാം 4K 30 FPS ആണ്. ഇവിടെ നിങ്ങൾക്ക് 60 FPS വരെ കിട്ടുന്നുണ്ട്. സോ കുറച്ചും കൂടെ ഒരു ബെറ്റർ വീഡിയോ ക്വാളിറ്റി ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. 5500 mAh ബാറ്ററിയാണ് വരുന്നത്. 100 വാട്ട്സിന്റെ സൂപ്പർ വോക്ക് ചാർജിംഗ് ആണ്. ഔട്ട് ഓഫ് ദ ബോക്സ് Android 14 വരുന്നത്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ, ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ബൈ നമ്മുടെ Dolby Atmos. ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ 8+128GB ROM വേരിയന്റ് 39,998 rupees. അപ്പോൾ ഈ ഒരു 35K ബഡ്ജറ്റ് റേഞ്ചിൽ ഉറപ്പായിട്ടും പരിഗണിക്കാവുന്ന ഒരു ബെസ്റ്റ് ഓൾറൗണ്ടർ സ്മാർട്ട് ഫോൺ ആണ് നമ്മുടെ ഈ ഒരു OnePlusന്റെ 12R. സോ നമ്മുടെ ലിസ്റ്റിലെ അവസാനത്തെ സ്മാർട്ട് ഫോൺ, ദ ബെസ്റ്റ് ഓൾറൗണ്ടർ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് നമ്മുടെ iQൻ്റെതാണ്, iQ Neo 9 Pro. ഈ ഒരു 35K ബഡ്ജറ്റ് റേഞ്ചിൽ ഉറപ്പായിട്ടും പരിഗണിക്കാവുന്ന ഒരു ബെസ്റ്റ് ഓൾറൗണ്ടർ സ്മാർട്ട് ഫോൺ ആണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു ബെസ്റ്റ് പെർഫോമൻസും ഒരു കിടിലൻ ക്യാമറ ക്വാളിറ്റി, അത്യാവശ്യം ഒരു കിടിലൻ ഡിസ്പ്ലേ, ബാറ്ററി ഒക്കെ വെച്ച് വരുന്നതാണ്. ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.78 ഇഞ്ചസിന്റെ 1.5K QHD+ AMOLED 10-bit ഡിസ്പ്ലേ ആണ് വരുന്നത്. 144 Hz റിഫ്രഷ് റേറ്റ് കിട്ടുന്നുണ്ട്. 120 Hz അല്ല, 144 Hz. ഇനി പ്രോസസറിലേക്ക് വരുമ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഡ്യുവൽ ചിപ്സ് ആണ്. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ Snapdragonന്റെ 8 Gen 2 പിന്നെ iQന്റെ Q1 സൂപ്പർ കമ്പ്യൂട്ടിംഗ് ചിപ്പ് നമ്മുടെ ചിപ്പും കൂടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഡ്യുവൽ ചിപ്സിലാണ് വരുന്നത്. അപ്പോൾ 2 ചിപ്പൊക്കെ വേണമെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ നോക്കാവുന്നതാണ്. യെസ്, 50 മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ സോണിയുടെ IMX920. പിന്നെ 8 മെഗാ പിക്സലിന്റെ ഒരു അൾട്രാ വൈഡും 16 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറയാണ് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് മാക്സിമം 8K വീഡിയോസ് വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. സോ ഒരു ബെസ്റ്റ് വീഡിയോ ക്വാളിറ്റി ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. 4K അല്ല, 8K വരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു സ്മാർട്ട് ഫോൺ. അപ്പോൾ ഒരു ബെസ്റ്റ് ക്യാമറ ക്വാളിറ്റി ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു iQന്റെ Neo 9 Pro നോക്കാവുന്നതാണ്. ഒരു ബെസ്റ്റ് പെർഫോമൻസും ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. 5160 mAh ബാറ്ററിയാണ് വരുന്നത്. 120 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിംഗ് ആണ്. ഔട്ട് ഓഫ് ദ ബോക്സ് Android 14 വരുന്നത്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ, ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കർ, LPDDR5X+ UFS 4.0 ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടുന്നുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ 8+256GB ROM വേരിയന്റ് 36,998 rupees കിട്ടും. ഈ ഒരു ബിഗ് ബില്യൺ ഡേയ്സിലും ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലിലൊക്കെ ഈ ഒരു സ്മാർട്ട് ഫോൺ 30Kയിൽ വരാൻ സാധ്യതയുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഉറപ്പായിട്ടും പരിഗണിക്കുന്ന ഒരു കിടിലം ഓൾറൗണ്ടർ സ്മാർട്ട് ഫോണാണ്. പിന്നെ നിങ്ങൾക്ക് 25K 50K അങ്ങനത്തെ ബഡ്ജറ്റ് റേഞ്ചിലൊക്കെ വേണമെങ്കിൽ അതിൻ്റെ എല്ലാം വീഡിയോസ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇനി അങ്ങനത്തെ വീഡിയോസ് ആണ് വേണ്ടെന്നുള്ളതും പറയുക. അപ്പോൾ അതൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് 35,000 rupees ബഡ്ജറ്റ് റേഞ്ചിൽ താഴെ വാങ്ങാവുന്ന 5 ബെസ്റ്റ് സ്മാർട്ട് ഫോൺസ് ഇൻ മൈ ഒപ്പീനിയൻ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസിനായിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇതുപോലെ മറ്റു വീഡിയോയിൽ കാണും വരെ ബൈ.